നമസ്കാരം. സദ്ഗമയ എന്ന യോഗ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഉഷ്ട്രാസനം എന്ന അതിമനോഹരമായ യോഗാസനമാണ്. ഒരുപാട് പേര് ദിവസം മുഴുവൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും മൊബൈൽ ഫോണിലും കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യാറുണ്ട്. ഇതുമൂലം കഴുത്ത്, തോളുകൾ, നെഞ്ച്, നട്ടെല്ല് എന്നിവയ്ക്ക് കാഠിന്യം അനുഭവപ്പെടാം. അത്തരക്കാർക്ക് ശരീരത്തിൻ്റെ മുൻഭാഗം തുറക്കാനും നട്ടെല്ലിന് വഴക്കം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന മികച്ച ഒരു ബാക്ക് ബെൻഡ് ആസനമാണ് ഉഷ്ട്രാസനം. ഉഷ്ട്രം എന്ന സംസ്കൃത പദത്തിന് ഒട്ടകം എന്നാണ് അർത്ഥം. ഈ ആസനത്തിൽ ശരീരത്തിൻ്റെ ആകൃതി ഒട്ടകത്തെ അനുസ്മരിക്കുന്നതിനാലാണ് ഇതിന് ഉഷ്ട്രാസനം എന്ന പേര് ലഭിച്ചത്. ഇനി ഈ ആസനം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം വജ്രാസനത്തിൽ ഇരിക്കുക. അവിടെ നിന്ന് പതുക്കെ മുട്ടുകുത്തി നിൽക്കുക. മുട്ടുകൾ ഇടുപ്പിൻ്റെ വീതിയിൽ അകലെയായിരിക്കണം. തുടകൾ നിലത്തോട് ലംബമായി നിർത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ച് ഉയർത്തുക. രണ്ട് കൈകളും അരയുടെ പിന്നിൽ പിന്താങ്ങി ശരീരം പതുക്കെ പിന്നിലേക്ക് വളയ്ക്കുക. പിന്നീട് ഓരോ കൈയും കുതികാലുകളിൽ വയ്ക്കുക. ഇപ്പോൾ ഇടുപ്പ് മുന്നിലേക്ക് തള്ളുക. നെഞ്ച് നന്നായി വികസിപ്പിക്കുക. കഴുത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തല പതുക്കെ പിന്നിലേക്ക് താഴ്ത്തി കൊടുക്കാം. ശ്വാസം സ്വാഭാവികമായി തുടരുക. 15 മുതൽ 30 സെക്കൻഡ് വരെ ഈ നിലയിൽ തുടരാം. തിരികെ വരുമ്പോൾ കൈകൾ വീണ്ടും അരയിലേക്ക് കൊണ്ടുവന്ന് വയറിൻ്റെ പേശികളുടെ സഹായത്തോടെ പതുക്കെ ഉയർന്ന് നേരെയാക്കുക. തുടർന്ന് ശശാങ്കത്തിൽ അല്ലെങ്കിൽ ബാലാസനത്തിൽ വിശ്രമിക്കുക. ഉഷ്ട്രാസനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെഞ്ചും ശ്വാസകോശവും വികസിപ്പിച്ച് ശ്വസനശേഷി മെച്ചപ്പെടുത്തുന്നു. നട്ടെല്ലിൻ്റെ വഴക്കം വർദ്ധിപ്പിക്കുകയും ശരീരഭംഗി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. തോളുകൾ, നെഞ്ച്, ഇടുപ്പ്, തുടകൾ എന്നിവയ്ക്ക് മികച്ച സ്ട്രക്ചർ ലഭിക്കുന്നു. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലെ ശരീരകാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നു. ദഹന പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനും സഹായകമാണ്. ശരീരത്തിന് ഉന്മേഷവും മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കഠിനമായ നടുവേദന, കഴുത്തിന് ഗുരുതരമായ പ്രശ്നങ്ങൾ, ഉയർന്നതോ നിയന്ത്രണമില്ലാത്തതോ ആയ രക്തസമ്മർദ്ദം, തലകറക്കം എന്നിവ ഉള്ളവർ പരിശീലകൻ്റെ നിർദ്ദേശത്തോടെ മാത്രം ഈ ആസനം ചെയ്യുക. ആദ്യമായി ചെയ്യുന്നവർ ശരീരത്തെ നിർബന്ധിച്ച് പിന്നിലേക്ക് വളയ്ക്കരുത്. നിങ്ങളുടെ ശരീരത്തിന് കഴിയുന്ന പരിധിയിൽ മാത്രം ചെയ്യുക. യോഗയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൂർണ്ണതയല്ല, സുരക്ഷയാണ്. ഓരോ ആസനവും ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി ഈ ആസനം അഭ്യസിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇത്തരം യോഗ വീഡിയോകൾക്കായി സദ്ഗമയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യോഗ ചെയ്യൂ, ആരോഗ്യം നേടൂ, സന്തോഷത്തോടെ ജീവിക്കൂ. നന്ദി.